നമ്മുടെ ഈ ഏലിയാസും അക്കാലത്ത് ക്യൂബയിലേക്ക് പോയ ഒരാളാണ്. അപ്പോൾ ഈ കഥകളൊക്കെ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രവും ഈ വിശേഷങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത് ഈ എത്യോപ്യക്കാരനായ ഏലിയാസ് തന്നെയാണ്. പല ആളുകളും വിചാരിക്കുന്ന പോലെ പാശ്ചാത്യ മാധ്യമങ്ങൾ പഠിപ്പിച്ചു തന്ന സാധനമല്ല ഞാനീ പറയുന്നതൊക്കെ ഓരോ നാട്ടിലും ചെന്ന് ആ നാട്ടിലെ മനുഷ്യരിൽ നിന്ന് ആ ജീവിതം അനുഭവിച്ച ആളുകളിൽ നിന്ന് കിട്ടുന്ന കഥകളാണ്. ഈ പുസ്തകം വായിച്ചിട്ടും പാശ്ചാത്യ മാധ്യമങ്ങൾ തരുന്ന വിവരങ്ങളും പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ വന്ന് ഛർദ്ദിക്കാനാണെങ്കിൽ ഞാൻ ഈ ലോകരാജ്യങ്ങളിൽ ഈ വെയിലും കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത്രയും ആളുകളെ ഇത്രയേറെ ഫുട്ടേജ് എടുത്ത് ഇത്രയേറെ മണിക്കൂറുകൾ പണിയെടുത്ത് ഈ 45-46 ഡിഗ്രിയുള്ള സെൽഷ്യസുള്ള പ്രദേശത്തേക്ക് ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യേണ്ട കാര്യമില്ല. അവിടെ പോകുന്നത് അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി തന്നെയാണ്, യാഥാർത്ഥ്യം എന്തെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ്, പഠിക്കാൻ വേണ്ടി തന്നെയാണ്. പഠിച്ച് കൃത്യമായിട്ടുള്ള ഡേറ്റ ആയിട്ടാണ് വരുന്നത്. ഇത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പോയ വഴിയിലൂടെ നിങ്ങൾക്കും യാത്ര ചെയ്യാം. പോയിട്ട് അന്വേഷിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ സ്ഥാപിക്കുക. അപ്പോൾ ഞാനത് തിരുത്താനും തയ്യാറാണ്. അപ്പോൾ വളരെ ഉത്തരവാദിത്വബോധത്തോടെ ആധികാരികതയോടെയാണ് ഞാനിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും പറയുന്നത്.